ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന്റസി ഗുരു. ഗെയിം വീക്ക് 25 സാധ്യതയെ പറ്റി സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിന്റെ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിം വീക്ക് 25 ആണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ ഏറെ കാലത്തെ പ്രിപ്പറേഷന് ശേഷമാണ് ഗെയിം വീക്ക് 25 ഒരു ഡബിൾ ഗെയിം വീക്ക് വന്നെത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ ഏറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ഇഞ്ചുറി അപ്ഡേറ്റ്സ് ആണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഇഞ്ചുറി മറ്റാരുമല്ല, ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്. നമ്മൾ ഡബിൾ ഗെയിം വീക്ക് 25 ലിവർപൂളിന് ഡബിൾ ഗെയിം വീക്ക് ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ അക്യൂർ വെച്ചിരുന്ന ഒരു പ്രോസ്പെക്ട് ആയിരുന്നു അലക്സാണ്ടർ അർണോൾഡ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇഞ്ചേർഡ് ആണ്. എന്ന് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഇപ്പോൾ തൽക്കാലം ധാരണയില്ല. എന്നാലും നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് കാർബറോ കപ്പ് ഫൈനലിൽ അഗൈൻസ്റ്റ് ചെൽസി അർണോൾഡ് കളിക്കില്ല എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഗെയിം വീക്ക് 25 ശേഷം വരുന്ന കപ്പ് ഫൈനലിൽ അർണോൾഡ് കളിക്കില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗെയിം വീക്ക് 25 ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ഉണ്ടായിരിക്കില്ല. സോ അലക്സാണ്ടർ അർണോൾഡ് നോട്ട് അവൈലബിൾ ഫോർ ഗെയിം വീക്ക് 25 എന്ന് പറയേണ്ടി വരും. അതിന് കൂടെ തന്നെ ലിവർപൂളിലോട്ട് നോക്കുകയാണെങ്കിൽ അലീസണും ഗോമസും ഇൽനെസ് കൊണ്ട് കഴിഞ്ഞ കളി മിസ്സായി 2 കളിക്കാരും ടീമിലേക്ക് തിരിച്ചെത്തുന്നു. അതിന് കൂടെ തന്നെ അവരുടെ സല ട്രെയിൻ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ട്രെയിൻ ചെയ്തിരുന്ന ഗ്രാസിലാണ്, ബേസിക് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അവരൊരു ഇന്റൻസ് ട്രെയിനിങ്ങിൽ സല പങ്കെടുത്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സല ഗെയിം വീക്ക് 25 ചുരുങ്ങിയത് ആദ്യത്തെ കളിയിലെങ്കിലും സല ടീമിലുണ്ടാവില്ല. രണ്ടാമത്തെ കളിയിലുണ്ടാവുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഫൈനലൈസേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സലയും ഓൾമോസ്റ്റ് ഔട്ട് ആയിരിക്കാനുള്ള ചാൻസ്. അതാണ് ലിവർപൂളിന്റെ ഇഞ്ചുറിയെ പറ്റി പറയാനുള്ളത്. പിന്നെ മേജർ ഇഞ്ചുറി അപ്ഡേറ്റ് ഉള്ളത് സിറ്റിയിൽ നിന്നാണ്. സിറ്റിയിലെ ഗവാഡിയോളും ഗീലിഷും അതിനകത്ത് രണ്ടുപേരും ഇഞ്ചുർഡ് ആയിട്ടുണ്ട്. ഗവാഡിയോള് ഇച്ചിരി ലോങ് ഇഞ്ചുറി ആയിരിക്കും. എക്സ്പെക്ട് ടു ബി ബാക്ക് ആഫ്റ്റർ 3 വീക്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവാഡിയോ ലോങ് ടൈം ആയിരിക്കും. ഗീലിഷും ഏറെക്കുറെ ഇഞ്ചുർഡ് ആണ്. എത്ര തവണ പുറത്തിരിക്കുന്ന അറിയില്ല. പക്ഷെ ഗീലിഷ് ഒരു വലിയൊരു എസ്പിഎൽ പ്രോസ്പെക്ട് അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല അതിനെപ്പറ്റി. പിന്നെ നമുക്ക് ഒരു ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നത് കോവാസിച്ച് ആണ്. കോവാസിച്ച് ഈസ് ബാക്ക് ടു ദ ടീമാണ്, ട്രെയിനിങ്ങിലുണ്ട്. അതുപോലെ തന്നെ ബെർണാർഡോ സിൽവയ്ക്ക് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ചെറുതായി പരിക്കേറ്റിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു നോക്ക് മാത്രമാണ്. താരോ ഗെയിം വീക്ക് 25 അവൈലബിൾ ആണെന്ന് വിവരം ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ ഇതൊക്കെയാണ് മേജർ ഇഞ്ചുറി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്ന ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ആണ്. ഈ അലക്സാണ്ടർ അർണോൾഡിനെ പകരം നമുക്ക് ആര് ടീമിനായിട്ട് എടുക്കാം? മിക്കവരും ടീമിലുള്ള അർണോൾഡിന് പകരം നമുക്ക് ആര് ടീമിലെടുക്കാം? ബിക്കോസ് 8.6 മില്യൺ വിലയുള്ള ഒരു പ്ലെയർ ടീമിനായിട്ട് എടുത്തു വെച്ചെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എസ്പെഷ്യലി വെൻ ലിവർപൂൾ ഹാവിംഗ് ഡബിൾ ഗെയിം വീക്ക് 25. അതുകൊണ്ട് തന്നെ ലിവർപൂൾ അർണോൾഡിനെ റീപ്ലേസ് ചെയ്യാന്നുള്ളത് വളരെ എസെൻഷ്യലാണ്. നമുക്ക് ആരെ വെച്ച് അർണോൾഡ് റീപ്ലേസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അർണോൾഡ് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന മറ്റാരുമല്ല, ലിവർപൂളിന് മറ്റു ഡിഫറൻറ്റ് ആയിട്ടുള്ള വിർജിൽ വാൻ ഡൈക്ക് ആണ്. എന്തുകൊണ്ട് വാൻ ഡൈക്ക് എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. 2 കളിയിലും പരിക്കൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ടൈം കളിക്കുന്ന ഒരു കളിക്കാരനാണ് വിർജിൽ വാൻ ഡൈക്ക്. അതുകൊണ്ട് തന്നെ ടീമിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ലാണ്ട് നമുക്ക് കളിക്കാൻ കഴിഞ്ഞ ഒരു പ്ലെയറാണ് വാൻ ഡൈക്ക്. അതുപോലെ തന്നെ സെറ്റ് പീസിൽ വളരെ ഡേഞ്ചറാണ്. സോ അതുപോലെ തന്നെ വാൻ ഡൈക്ക് ആണ് അർണോൾഡിന് പകരം ടീമിനായിട്ട് കഴിയുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലിവർപൂളിൽ തന്നെ ബ്രാഡ്ലിനെ നമുക്ക് എടുക്കാൻ പറ്റും. അർണോൾഡിന് പകരം റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. മികച്ചൊരു യങ് പ്രോസ്പെക്ട് ആണ്. താരം കഴിഞ്ഞ കളിയിൽ ഒരു കമ്പാഷനായി ലിവർപൂളിയുടെ ആരാ മരിച്ചത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് താരം ലീവ് എടുത്ത് പോയിരുന്നു. പക്ഷെ ബാക്ക് ടു ദ ടീമാണ്. സോ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പം നല്ല അർണോൾഡിന് പുറത്തു കുറെ അധികം പൈസ ഉണ്ട്, എങ്ങനെയും കെവിൻ ഡി ബ്രൂയിനെ ടീമിനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബ്രാഡ്ലിയിലിട്ട് പോയി കഴിഞ്ഞാൽ കുറെ ഏറെ പൈസ ലാഭിക്കാൻ കഴിയും. ബ്രാഡ്ലി മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. അതല്ലാത്ത പക്ഷം നമുക്ക് ടീമിനായിട്ട് എടുക്കാൻ കഴിയുന്ന സിറ്റിയുടെ നദാനാക്കിയ ടീമിനായിട്ട് എടുക്കാൻ അർണോൾഡിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞാൽ ജോസ്കോ ഗവാഡിയോള് പരിക്കുമൂലം പുറത്താണ്. 4 ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ആക്കിയുടെ ടീമിലെ സ്ഥാനം ഏറെക്കുറെ സേഫ് ആണെന്ന് പറയേണ്ടി വരും. ഹാവിങ് സെഡ് ദാറ്റ് സിറ്റിയാണ് ടീം, ഗാഡിയോളാണ് കോച്ച്. അത് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ടീമിലെ സിറ്റി ഡിഫൻസിലായിട്ട് എടുത്തു കഴിഞ്ഞ ഒരു പ്ലെയർ നദാനാക്കിയാണ്. ഗോൾ ത്രെറ്റ് ഉണ്ട്, അറ്റംപ്റ്റ് ഓൺ ഗോൾ ഉണ്ട്. 2 കളിയിൽ മുഴുവൻ ടീമും കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നദാനാക്കിയ ടീമിനായിട്ട് എടുക്കാം. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പരിഗണിക്കാൻ കഴിയുന്നത് മറ്റാരുമല്ല, റഗൂലിയൻ ആണ്. ഫിക്സർ വൈസ് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ റഗൂലിയൻ ബ്രൺഫോർഡിന്റെ 4.4 മില്യൺ വില എടുത്ത് ടീമിനായിട്ട് എടുത്താൽ, എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഹാവ് ഫ്രീ ഹിറ്റ് ചിപ്പ് ഒന്നും കയ്യില്ലാത്തവർക്ക് ഇപ്പോൾ റഗൂലിയൻ ടീമിനായിട്ട് എടുത്താൽ ഈ ആഴ്ച ഡബിൾ ഗെയിം കളിക്കാം. 26 ലിവർപൂളിന് ബ്ലാങ്ക് ഉള്ളപ്പോൾ ഈ പറഞ്ഞ ബ്രൺഫോർഡിന് കളിയുണ്ട്. 29 ബിഗസ്റ്റ് ബ്ലാങ്കിലും ബ്രൺഫോർഡിന് കളിയുണ്ട്. സോ എസ്പെഷ്യലി യു ഡോണ്ട് ഹാവ് എ ഫ്രീ ഹിറ്റ്, ഗോ ഫോർ റെഗുലിയൻ. അതല്ലാത്ത പക്ഷം ഡൊഗാർട്ടിനെ എടുക്കാൻ പറ്റും. ആൽഫി ഡൊഗാർട്ടി ഫ്രം ലൂട്ടൺ. ഡൊഗാർട്ടിനെ എടുക്കുമ്പോൾ പ്രശ്നം ചീപ്പാണ്. ഇപ്പോൾ ഡബിൾ ഗെയിം വീക്ക് പക്ഷേ 26 ബ്ലാങ്ക് ആവുന്നു. പക്ഷേ 28 മികച്ചൊരു ടീം ഇല്ലാത്തവർക്ക് ഡൊഗാർട്ടിനെ ടീമിലെടുത്താൽ 28 ഡബിൾ ഗെയിം വീക്കിൽ ഡൊഗാർട്ടി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ 26 ഡൊഗാർട്ടി കവർ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഇതൊന്നുമല്ല, ഇനിയും വേറൊരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഗബ്രിയേൽ ഫ്രം ആഴ്സണൽ.
സെറ്റ് പീസിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയുള്ള താരമാണ്. ബേൺലിക്കെതിരാണ് കളി. സോ അങ്ങനെ ഈ പറഞ്ഞ ഗബ്രിയലിനെ എടുക്കാൻ കഴിയും. സോ ഇതെല്ലാമാണ് അർണോൾഡിനെ റീപ്ലേസ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന താരങ്ങൾ. ഇനി നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മറ്റൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ട്രിപ്പിൾ ക്യാപ്റ്റനാണ്. എല്ലാവർക്കും അറിയാം, അല്ലെ എല്ലാവരും മനസ്സിലുള്ളൊരു ചോദ്യമാണ്. ഡബിൾ ഗെയിം വീക്ക് വരുന്നു, ഹാലൻഡിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കണോ വേണ്ടയോ എന്നൊരു ചോദ്യമുണ്ട്. അത് ആ ഒരു സിനാറിയോ അല്ലെങ്കിൽ ആ ഒരു തോട്ടിനെ എങ്ങനെയാണ് നമ്മൾ കടന്നു, നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു തോട്ടിനെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ട്രിപ്പിൾ ക്യാപ്റ്റൻ ഹാലൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് നല്ലൊരു ഓപ്ഷനാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഓപ്ഷനാണ്. അതിനുള്ള ചില കാരണങ്ങൾ പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, സിറ്റിയെ സംബന്ധിച്ച് ഡൗൺ ദ ലൈൻ, അതായത് 25th കഴിഞ്ഞാൽ പോലും നമ്മൾ ആദ്യം തന്നെ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെക്കുമ്പോൾ നമ്മളെ പുറകോട്ട് വയ്ക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇനിയും ഡബിൾ ഗെയിം വീക്ക് വേറെയും കുറെ വരാനുണ്ടല്ലോ, അപ്പോൾ വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. അതിന് ആദ്യത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻസർ, നിങ്ങൾ എർലിംഗ് ഹാലൻഡിനെയാണ് ട്രിപ്പിൾ ക്യാപ്റ്റൻ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡൗൺ ദ ലൈൻ സിറ്റിക്ക് അത്ര മികച്ച ഡബിൾ ഗെയിം ഫിക്സേഴ്സ് വരുന്നില്ല. ഈ ഒരു ഡബിൾ ഗെയിം ഫിക്സർ മാത്രം 2 കളി സിറ്റി ഇത്തിഹാദിൽ, അതായത് ഹോം ഗെയിം കളിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ പ്ലാനഡ് ട്രിപ്പിൾ ക്യാപ്റ്റൻ ഹാലൻഡ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ട്രിപ്പിൾ ക്യാപ്റ്റൻ വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഡബിൾ ഗെയിം വീക്ക് 25 തന്നെയാണ്. ഹാലൻഡിന്റെ ഹോം ഫിക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിഹാദിലെ ഹാലൻഡിന്റെ റെക്കോർഡ് അമേസിംഗ് ആണ്. അതുപോലെ തന്നെ ചെൽസി ആയിട്ട് കഴിഞ്ഞ കളിയിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കളിച്ചപ്പോൾ ഹാലൻഡ് നേടിയത് 16 പോയിന്റാണ്. ബ്രെൻഫോർഡ് ആയിട്ട് കളിച്ചപ്പോൾ ഹാലൻഡ് 5 പോയിന്റ് നേടിയിട്ടുണ്ട്. ഇതേ 2 ടീമുകളെ ഹോമിൽ ഇത്തിഹാദിൽ കിട്ടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഹാലൻഡ് ഗോൾ അടിക്കുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഹാലൻഡിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ പറയാൻ പോകുന്ന കാര്യം, എക്സ്പെഷ്യലി നമുക്കറിയാം സിറ്റിയെ സംബന്ധിച്ച് അത്യാവശ്യം ക്രൂഷ്യൽ ഫിക്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അവർ 2 കളിയിലും ഹാലൻഡിനെ ഇറക്കുമെന്ന് വിശ്വസിക്കുന്നു. പെപ്പാണ്, പക്ഷേ റൊട്ടേഷൻ റിസ്ക് തൽക്കാലം ഹാലൻഡിന് കുറവാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്യാപ്റ്റൻ ചിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഗെയിം വീക്ക് 25 നമ്മൾ നിൽക്കുന്നത്. ഇനി ഗെയിം വീക്ക് 38 വരെ നമുക്ക് മിക്കവർക്കും ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാനുണ്ടാവും, വൈൽഡ് കാർഡ് യൂസ് ചെയ്യാനുണ്ടാവും. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഈ ട്രിപ്പിൾ ക്യാപ്റ്റൻ ഇപ്പം യൂസ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ തൽക്കാലം ബാക്കിയുള്ള സമയത്ത് നമുക്ക് ബാക്കി ചിപ്പുകളെ പറ്റി ആലോചിക്കാം. അതല്ലെങ്കിൽ ഈ ട്രിപ്പിൾ ക്യാപ്റ്റൻ തലയിൽ വെച്ച് നമ്മൾ ഫ്രീ ഹിറ്റ് എപ്പ് എടുക്കണം, വൈൽഡ് കാർഡ് എപ്പ് എടുക്കണം, ബെഞ്ച് ബൂസ്റ്റ് എപ്പ് എടുക്കണം എന്നൊക്കെ ആലോചിച്ച് എല്ലാം കൂടെ അവസാനം തവിട് കൂടിയാണ് ചാൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ട്രിപ്പിൾ ക്യാപ്റ്റൻ ഹാലൻഡ് എനി ടൈം ഇൻ ദ സീസൺ, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഹാലൻഡ് ട്രിപ്പിൾ ക്യാപ്റ്റൻ. അതിന് കൂടെ എടുത്ത് പറയേണ്ട കാര്യം, കെവിൻ ഡിബ്രോയിൻ ഈസ് ബാക്ക് ഫോർ സിറ്റി. താരം പരിക്കിന്ന് മുക്തനായി വന്നു. കെവിൻ ഡിബ്രോയിൻ വരുമ്പോൾ നമുക്കറിയാം ഹാലൻഡിന് എപ്പോഴും പന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഗെയിമിൽ കെവിൻ ഡിബ്രോയിൻ ഗോൾ അടിച്ച ആ ഒരു ഗെയിമിൽ ഡിബ്രോയിൻ എടുത്ത ഗോളിനെ പറ്റി സംസാരിക്കും. ഡിബ്രോയിൻ ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ ആദ്യം ഹാലൻഡിനെയാണ് നോക്കിയത്, പുള്ളി പ്രോപ്പർലി കവേർഡ് ബൈ ദ ഡിഫൻഡേഴ്സ് ആണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗിവ് പാസ് ടു ഹാലൻഡ്. സോ കെവിൻ ഡിബ്രോയിന് പന്ത് ഇടുമ്പോൾ ഹാലൻഡിന് കൊടുക്കാൻ ടെൻഡൻസി ഉണ്ട്. ഹാലൻഡ് ഈസ് കൈൻഡ് ഓഫ് ഫോമിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് 25 ഹാലൻഡ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട്, ഇനി ചിലർക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ എന്താണ് ഹാലൻഡിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കിയാലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് പെപ്പിന്റെ ഇഷ്യൂ തന്നെയാണ്. 2 കളി 90 മിനിറ്റ്സ് കളിക്കുന്ന കാര്യത്തിൽ അത് പെപ്പിനും പടച്ചവനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എത്ര ഫാന്റസി ഊരാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അത് പാളിപ്പോവും. ചിലപ്പോൾ 2 കളി 90 മിനിറ്റ്സ് ഹാലൻഡ് കളിക്കാതിരിക്കാനുള്ള ചാൻസ്, ബിക്കോസ് എസ്പെഷ്യലി പുള്ളി റീസെന്റ് ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വന്നോളുണ്ട്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു സീസണിൽ വളരെ താഴെ റാങ്കിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഹാലൻഡിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കിയിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാവരും ഹാലൻഡിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്കും. സോ എനിക്കൊരു 30 പോയിന്റ് കിട്ടി, എൻ്റെ അടുത്തിരിക്കുന്ന 30 പോയിന്റ് കിട്ടി, എല്ലാവർക്കും 30 പോയിന്റ് ആവും. സോ അറ്റ് ദ എൻഡ് പ്രൊഡക്റ്റ് വരുമ്പോൾ റാങ്കിലും എല്ലാം മാറ്റം വരാൻ പോകുന്നില്ല. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഹാവ് എ വെരി ലോ റാങ്ക്, എങ്ങനെയെങ്കിലും തിരിച്ച് കയറണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡോണ്ട് ഗോ ബിയോണ്ട് ഹാലൻഡ്. ഹാലൻഡിന്റെ ക്യാപ്റ്റൻസി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഗെയിൻ ചെയ്യാനില്ല. പക്ഷേ ഹാലൻഡ് അടിച്ച് കയറി പോയി നിങ്ങൾ പിന്നെ താഴത്തേക്ക് പോകും. പക്ഷെ എങ്ങാനും അടിച്ചില്ലെങ്കിൽ യു ഹാവ് എ സ്റ്റിൽ എ ചാൻസ് അതർ പ്ലെയർ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളവർക്ക് ട്രിപ്പിൾ ക്യാപ്റ്റൻ ഹാലൻഡ് 25 നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഹാലൻഡിനെ തന്നെ വെക്കണോ? ഇനിയും കുറേ കളികൾ വേറെ വരാനില്ല. ലിവർപൂൾ സലയൊക്കെ വന്നു കഴിയുമ്പോൾ സലയ്ക്ക് ഡബിൾ ഗെയിം വീക്ക് വരുമല്ലോ, അല്ലെങ്കിൽ സണ്ണിന് ഡബിൾ ഗെയിം വീക്ക് 34-37 വരുമല്ലോ. എന്നാൽ പിന്നെ അപ്പോൾ അവരെ വെച്ചാൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യലായിട്ട് ഡബിൾ ഗെയിം വീക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഡബിൾ ഗെയിം വീക്കുകൾ മൊത്തത്തിലും നോക്കി പോകാം. ഇതൊന്നും കൺഫേംഡ് ഡബിൾ ഗെയിം വീക്ക് അല്ല. ഈ 28 കഴിഞ്ഞുള്ള ബാക്കിയുള്ള വീക്കുകളൊന്നും കൺഫേം അല്ല. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ട്രിപ്പിൾ ക്യാപ്റ്റൻസ് ഓപ്ഷൻസ് ടിൽ ഗെയിം വീക്ക് 38 നോക്കിക്കഴിഞ്ഞാൽ 28 വേണമെങ്കിൽ സൊളാങ്കിയെ വെക്കാം. ഷെഫീൽഡും ലൂട്ടനായിട്ട് 2 ഹോം ഗെയിം ഉണ്ട്.
34 പിന്നെ വരുന്നൊരു മികച്ച ഗെയിം വീക്ക്. അത് ചിലപ്പോൾ ആഴ്സണലിന് മാത്രം ഡബിൾ ഗെയിം വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ സാക്ക അഗൈൻസ്റ്റ് വൂൾസ് അവേ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ചെൽസി ആയിട്ട് ഹോം ഗെയിം. ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ സാക്ക വേണമെങ്കിൽ ക്യാപ്റ്റൻ ആക്കാം. പക്ഷേ ഇതാണ് ഫിക്സർ. പിന്നുള്ളത് ബിഗ്ഗസ്റ്റ് ഡബിൾ വീക്ക് 37. ആ ഫിക്സർ നോക്കൂ. അന്ന് വേണമെങ്കിൽ ഹാളണ്ടിന്റെ കളിയുള്ളത് ഫുൾഹാം അവേ ടോട്ടൻഹാം അവേ. 2 അവേ ഗെയിംസ് ദാറ്റ് അഗൈൻസ്റ്റ് ഫുൾഹാം ആൻഡ് ടോട്ടൻഹാം, വെരി ഡിഫിക്കൽട്ട്. കെവിൻ ഡി ബ്രൂയ്ന സെയിം തന്നെ. സല അഗൈൻസ്റ്റ് വില്ല പാർക്കിൽ സലയ്ക്ക് എത്രത്തോളം പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 37 കാര്യമാണ് പറയുന്നത്. ഫുൾഹാം അവേ. സോ സലയും അത്ര മികച്ചൊരു ക്യാപ്റ്റൻസി ഓപ്ഷൻ ഇല്ല. സണ്ണിന് 37 ബേൺലി ഹോം ഉണ്ട്. മികച്ച ഒരു ക്യാപ്റ്റൻസിയാണ് അവിടെ വരുന്നത്. പിന്നെയുള്ള ഫിക്സർ മാൻ സിറ്റി ഹോമാണ്. സോ സണ്ണ് 37 ചെറിയൊരു ഓപ്ഷനാണ്. പക്ഷെ സിറ്റിയുടെ ഫിക്സർ അവിടെ കിടക്കുന്നു. പാൽമർ അഗൈൻസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് ബ്രൈറ്റൺ, 2 അവേ ഗെയിം ഫോർ പാൽമർ ഓൺ 37. പിന്നുള്ളത് സൊളാങ്കി ബ്രെൻഫോർഡ് ഹോം, വോൾസ് അവേ. സോ മൊത്തത്തിൽ ഇനിയുള്ള 38 വരെയുള്ള ക്യാപ്റ്റൻസി ട്രിപ്പിൾ ക്യാപ്റ്റൻ ഓപ്ഷൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എർലിംഗ് ഹാലണ്ടിനെ അല്ലാതെ മറ്റൊരു ക്യാപ്റ്റൻസി ഓപ്ഷൻ വെക്കാനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല. ബിക്കോസ് എർലിംഗ് ഹാലണ്ട് ഈസ് പ്ലേയിങ് ഇൻ ഇത്തിഹാദ്. ടോപ്പ് 6 പുറമെ 2 ടീമുകളായിട്ട് ചെൽസിയും ബ്രെൻഫോർഡുമായിട്ട് കളിക്കുന്നു. കെവിൻ ഡി ബ്രൂയ്ന പുള്ളിയെ സഹായിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ട്രിപ്പിൾ ക്യാപ്റ്റൻ ഹാലണ്ട് എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ചിപ്പ് സ്ട്രാറ്റജിയെ പറ്റിയാണ്. അതായത് ഇനി അങ്ങോട്ടുള്ള ഗെയിം വീക്കുകൾ ഏതൊക്കെ ചിപ്പുകൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള മൊത്തത്തിലുള്ള ഔട്ട്ലൈനാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജിൽ എല്ലാവരും ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യണമല്ലോ, എന്നാൽ പിന്നെ നമുക്കും ഫ്രീ ഹിറ്റ് എടുത്താലോ, അല്ലെങ്കിൽ ഞാനും ഫ്രീ ഹിറ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും വൈൽഡ് കാർഡ് ചെയ്യുക, ഞാനും വൈൽഡ് കാർഡ് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യുക, എന്നാൽ പിന്നെ ഞാനും കൂടെ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യട്ടെ എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും വൈൽഡ് കാർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വൈൽഡ് കാർഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനത്തെ ഉള്ള എല്ലാ ഡിസിഷൻസും ടീം ബേസ്ഡ് ആണ്. നിങ്ങളുടെ ടീം എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ ടീം പോലെ ഇരിക്കുന്നത് നിങ്ങളുടെ ടീം, അല്ലെങ്കിൽ നിന്റെ ടീം പോലെ ഇരിക്കുന്നത് നിന്റെ കൂട്ടുകാരുടെ ടീം. സോ ചീപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യുവർ ടീം ലുക്സ് ലൈക്ക് എന്നുള്ളതിനെ പറ്റിയാണ്. സോ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഐഡിയ വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബെഞ്ച് ബൂസ്റ്റ് ആണ്. ഈ ഒരു ചിപ്പിനെ പറ്റി പറയുമ്പോൾ ബെഞ്ച് ബൂസ്റ്റ് എന്ന ചിപ്പ് അത് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരു വലിയൊരു ടാക്ടിക്കലി നമുക്കത് ഇന്ന സമയത്ത് യൂസ് ചെയ്ത് അത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് അല്ലെങ്കിൽ എപ്പോൾ ബെഞ്ച് ബൂസ്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ലോജിക്ക്, യൂസ് യുവർ ബെഞ്ച് ബൂസ്റ്റ് റൈറ്റ് ആഫ്റ്റർ യുവർ വൈൽഡ് കാർഡ്. നിങ്ങളൊരു വൈൽഡ് കാർഡ് ടീം ഉണ്ടാക്കിയ ശേഷം വെരി നെക്സ്റ്റ് ഗെയിം വീക്കിൽ നിങ്ങൾ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ വെരി നെക്സ്റ്റ് ഗെയിം വീക്കിൽ ഒരു ഡബിൾ ഗെയിം വീക്ക് വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച ഒരു ബെഞ്ച് ബൂസ്റ്റ് ചെയ്യാനുള്ള സമയം. അതല്ലാത്ത പക്ഷം ഏത് വീക്കിൽ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേക ഫോർമുല അല്ലെങ്കിൽ പ്രത്യേക അഡ്വാൻറ്റേജ് ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈസി തിങ്കിങ് എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് എന്ന് ആക്ടിവേറ്റ് ചെയ്യണം, നെക്സ്റ്റ് വീക്ക് ബെഞ്ച് ബൂസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അതാണ് ബെഞ്ച് ബൂസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ഫ്രീ ഹിറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഒരാഴ്ചത്തിന് മാത്രമായിട്ട് ടീമിന് മാറ്റുന്നൊരു ചിപ്പാണ് ഫ്രീ ഹിറ്റ്. ഈ ഫ്രീ ഹിറ്റ് നമുക്ക് ഒരാഴ്ചയിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. എസ്പെഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീക്കുകൾ ഫ്രീ ഹിറ്റിന്റെ ഇമ്പാക്റ്റ് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫ്രീ ഹിറ്റ് 25. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഡബിൾ ഗെയിം വീക്കിൽ ഫ്രീ ഹിറ്റ് 25 ഫ്രീ ഹിറ്റ് ആക്ടിവേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം? നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ ആർക്കാണ് ഈ വീക്കിൽ ഫ്രീ ഹിറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ടീമിൽ ഒരു ലിവർപൂളിൻ്റെ പ്ലെയർ പോലും ഇല്ല, ആകെ ഉള്ളത് ഒരു സിറ്റിയുടെ പ്ലെയർ മാത്രമാണ്. എങ്ങനെയുള്ള ടീമുകൾക്കാണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ആഴ്ച ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി സിറ്റി ആൻഡ് ലിവർപൂളിങ് ഹാവിങ് എ വെരി ഗുഡ് ഫിക്സർ. സോ അതുകൊണ്ട് തന്നെ സിറ്റി ലിവർപൂളിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഫിക്സർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാം. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം, അപ്പോൾ അതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞാൽ ലിവർപൂൾ പ്ലേയേഴ്സിന് ഈ വീക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഗെയിം വീക്ക് 26 ലിവർപൂൾ ബ്ലാങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തലവേദനയില്ല, നിങ്ങൾക്ക് നിങ്ങൾ പഴയ ടീമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ നമ്മൾ സിറ്റിയുടെ ഒരു പ്ലെയർ ഉള്ളൂ, ഫ്രീ ഹിറ്റ് ചെയ്ത് ഗെയിം വീക്ക് 25 സിറ്റിയുടെ 3 പ്ലെയർ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ആകുമ്പോൾ സിറ്റിയുടെ 3 പ്ലെയർ എന്നുള്ള ഒരു പ്ലെയർ ആവും. സിറ്റി പോലൊരു ടീമിനെ വെച്ചിട്ട് ഗെയിം വീക്ക് 26 സിറ്റിയുടെ 3 പ്ലെയർ ആവശ്യമാണ്. ബിക്കോസ് സിറ്റി 26 ബ്ലാങ്ക് ആവുന്നില്ല, 27 നമുക്ക് വേണം, 28 നമുക്ക് വേണം സിറ്റിയെ. സോ അതുകൊണ്ട് തന്നെ സിറ്റി പ്ലേയേഴ്സിനെ ഫ്രീ ഹിറ്റ് കൊണ്ട് ടീമിലേക്ക് എടുക്കുക എന്നുള്ളതല്ല, അതിനും മികച്ചതായിട്ട് സിറ്റി അസറ്റുകളെ നിരന്തരം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പെർമനന്റ് ആയിട്ട് ടീമിലേക്ക് എടുക്കാൻ കഴിയാന്നുള്ളതാണ്. അതിന് മികച്ച ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഹിറ്റിന് പകരമായിട്ട് ഒരു മൈനസ് അടിച്ചിട്ടാണെങ്കിൽ പോലും 2-3 സിറ്റി പ്ലേയേഴ്സിനെ മിനിമം ടീമിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കൽ ഈ പറഞ്ഞ പോലെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതല്ലാത്ത പക്ഷം അതിന്റെ കൂടെ പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ആഴ്ച ഫ്രീ ഹിറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഗെയിം വീക്ക് 25 ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യുക. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ശ്രദ്ധ മൊത്തം ഡബിൾ ഗെയിം വീക്കിലേക്ക് പോകും. ലെറ്റ്സ് സേ ലിവർപൂൾ 3 പ്ലെയർ എടുക്കും, സിറ്റി 3 പ്ലെയർ എടുക്കും, അപ്പോൾ 6 പ്ലെയർ ആണ്. ബാക്കി 5 പ്ലെയർ അവിടെ നിന്ന് എടുക്കും.
ഇനി ഡബിളുള്ള ലൂട്ടനിൽ നിന്നും ബ്രൻഫോർഡിൽ നിന്ന് എടുക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ കളിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഈ പറഞ്ഞ ആഴ്സണൽ, ടോട്ടൻഹാം, അത്തരം ടീമുകൾക്ക് വളരെ ഈസി ഫിക്സറാണ്. നമ്മളെല്ലാം ഡബിൾ ഗെയിം വീക്കിന് പുറകെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലെറ്റ്സ് നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉള്ളത് സാക്കി അഗൻസ്റ്റ് ബേൺലി. നമ്മൾ സാക്കി എടുത്ത് വെക്കില്ല ഫേറ്റ് ചെയ്യുകയാണെങ്കിൽ. എസ്റ്റുപിനാൻ അല്ലെങ്കിൽ ഗ്രോസ് വേഴ്സസ് ഷെഫീൽഡ്, റിച്ചാർഡ്സൺ വേഴ്സസ് വൂൾസ്, വോക്കിങ്സ് വേഴ്സസ് ഫുൾഹാം, ട്രിപ്പിയർ വേഴ്സസ് ബോൺമൗത്ത്, ഇത്തരത്തിലുള്ള മെയിൻ അസറ്റുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഫ്രീ ഹിറ്റ് ഉണ്ടാക്കുക. നമ്മൾ ഫ്രീ ഹിറ്റിന് എടുത്ത് വെക്കുന്ന ടീമുകൾ കളിച്ചില്ലെങ്കിൽ ഈ പ്ലേയേഴ്സ് പോയിന്റ് സാധാരണ രീതിയിൽ തരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവർ നമ്മളെ ഫ്രീ ടീമിനെ ഔട്ട് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ 25 ഫ്രീ ഹിറ്റ് അത്രത്തോളം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രീ ഹിറ്റ് 26, അതായത് ഗെയിം വീക്ക് 26 ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യുന്നതിനെ പറ്റി. ഈ ഒരു ഡിസിഷനായിട്ട് നമ്മൾ എത്തുന്നത് നമ്മുടെ ടീമിൽ മിനിമം ഒരു 3 ലിവർപൂൾ പ്ലേയേഴ്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു പാൽമർ ഉണ്ട്, 2 ടോട്ടൻഹാമിൻ്റെ പ്ലേയേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ലൂട്ടൻ്റെ പ്ലെയർ ആണെങ്കിൽ നമ്മൾ ഗെയിം വീക്ക് 26 നമ്മുടെ ടീമിലോട്ട് നോക്കുമ്പോൾ കളിക്കാൻ പറ്റിയ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ടീം ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ എ ഫ്രീ ഹിറ്റ് 26. അങ്ങനെ 26 കൊണ്ട് 26 ഫ്രീ ഹിറ്റ് ചെയ്യുന്നുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ 27 പിന്നെ ലിവർപൂളിൽ കളിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ടീമിൽ ലിവർപൂളുണ്ട്, എല്ലാ ലിവർപൂൾ അസറ്റുകളും വരും. നിങ്ങളുടെ സ്പേഴ്സ് അസറ്റ് തിരിച്ചു വരുന്നുണ്ട്. 29 നിങ്ങൾക്ക് 2 സ്പേഴ്സ് അസറ്റിനെ കിട്ടും. 28 ലൂട്ടൺ അസറ്റുകൾ തിരിച്ചു വരുന്നുണ്ട്. 28 ലൂട്ടൺ ഡബിൾ ഗെയിം വീക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജി മികച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഗെയിം വീക്ക് 26 ആഴ്സണൽ വേഴ്സസ് ന്യൂകാസിലാണ് ഒരു ടഫ് ഫിക്സറാണ്. നിങ്ങളുടെ ടീമിന് ഈ പറഞ്ഞ പോലെ 2 ആഴ്സണൽ 2 ഈ പറഞ്ഞ പോലെ ന്യൂകാസിൽ പ്ലെയർ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ വീക്കിൽ ഫ്രീ ഹിറ്റ് എടുത്തില്ലെങ്കിൽ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയില്ല. സോ അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുണ്ടെങ്കിൽ ഗെയിം വീക്ക് 26 ഫ്രീ ഹിറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ഗെയിം വീക്ക് 26 പോകുമ്പോൾ നമുക്കൊരു 11 പ്ലേയേഴ്സിനെ ഫീൽഡ് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു നിർബന്ധമില്ല. നോക്കൂ, ലിവർപൂളിലെ അസറ്റുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിറ്റിയുടെ 3 അസറ്റുകളുണ്ട്, ആസ്റ്റൺ വില്ലയുടെ അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 7-8 പ്ലേയേഴ്സിനെ നമുക്ക് ഫീൽഡ് ചെയ്യാൻ കഴിയുന്നത്, ഡീസൻറ്റ് പ്ലേയേഴ്സിനെ ഫീൽഡ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു -4 എടുത്തിട്ടാണ് ഈ കൂടെ ഒരു ഫീൽഡ് ചെയ്യാൻ 7-8 പ്ലേയേഴ്സുമായിട്ട് 26 നമുക്ക് കളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല ഓപ്ഷനാണ്. ബിക്കോസ് ഇതിന് ഡൗൺ ദ ലൈൻ ഇതിന് വലിയ ബ്ലാങ്ക് ഗെയിം വീക്കുകൾ വരുമ്പോൾ നമ്മളൊരു ചിപ്പ് ഇല്ലാതിരിക്കും. സോ അതാണ് ഈ ഗെയിം വീക്ക് 26 പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ ഫ്രീ ഹിറ്റ് ഓൺ ഗെയിം വീക്ക് 26 പറ്റി പറയാനുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ ഹിറ്റ് 28 പറ്റിയാണ്. ഫ്രീ 28 പിന്നെ ഒന്നും പറയാനില്ല. ആ ഫ്രീ ഹിറ്റിനെ കൊണ്ട് ഒരു കാര്യമില്ല. ആകെ നമുക്ക് കിട്ടാനുള്ളത് ലൂട്ടനും ബോൺമൗത്തും ആണ്. അതിനകത്ത് ഈ ബോൺമൗത്തിന് സോളങ്കി എടുക്കാൻ ഫ്രീ ഹിറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും വെച്ചാലും സോളങ്കി കിട്ടും. സോ സോളങ്കി മാത്രമാണ് ഒരു മസ്റ്റ് ഓൺ എന്നുള്ളത് പറയാനുള്ളത്. സോ ഗെയിം വീക്ക് 28 ഫ്രീ ഹിറ്റ് ഒരു ഓപ്ഷൻ അല്ല. ദെൻ വി ഹാവ് ഗെയിം വീക്ക് 29 ഫ്രീ ഹിറ്റ്. ഇത് വളരെ മികച്ച ഒരു ഗെയിം വീക്ക് കഴിഞ്ഞായിരിക്കും ഫ്രീ ഹിറ്റിന്. ബിക്കോസ് ആസ് ഓഫ് നൗ 6 ടീമുകൾ മാത്രമേ കളിക്കുന്നത്, അതായത് 3 ഫിക്സേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങാനും ചെൽസി ലീഡ്സുമായിട്ട് തോറ്റ് കഴിഞ്ഞാൽ ചെൽസി വേഴ്സസ് ആഴ്സണൽ ഗെയിം വീക്ക് 29 ഷെഡ്യൂൾ ചെയ്യും. അത് ചിലപ്പോൾ കാര്യങ്ങൾ ഇച്ചിരി കൂടി ഈസി ആക്കും. അതല്ലാത്ത പക്ഷം ഗെയിം വീക്ക് 29 ഗൈഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ബൈ ഗെയിം വീക്ക് 27 ഡെഡ് ലൈനോട് കൂടി നമുക്ക് ഗെയിം വീക്ക് 29 ഒരു ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടും, ഏതൊക്കെ ടീമുകൾ കളിക്കുമെന്നുള്ള കാര്യത്തെപ്പറ്റി. അതും കൂടെ നോക്കിയിട്ട് ആ ഒരു തീരുമാനത്തിലായിട്ട് എത്തുക. എന്നിരുന്നാൽ പോലും ഗെയിം വീക്ക് 29 നിങ്ങൾക്ക് ഒരു ടീമിലൊരു 8 പ്ലേയേഴ്സ് നിങ്ങൾക്ക് അണിനിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഹിറ്റ് അപ്പോഴും നിങ്ങൾക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട കാര്യം, നിങ്ങൾ ഫ്രീ ഹിറ്റ് 29 ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ആളുകളാണെങ്കിൽ ഗെയിം വീക്ക് 27 ഗെയിം വീക്ക് 28 ഏതൊരു പ്ലെയറെ ട്രാൻസ്ഫർ ചെയ്ത് ഇൻ ചെയ്താലും അവർ ഡെഫിനറ്റ് ആയിട്ടും ഗെയിം വീക്ക് 29 കളിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ടീം വളരെ മികച്ച വളരെ മോശം രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ 27 28 ട്രാൻസ്ഫറുകൾ വളരെ കൃത്യമായി ഫ്രീ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ഇനി നോക്കാൻ പോകുന്ന ഫ്രീ ഹിറ്റ് ഓൺ ഗെയിം വീക്ക് 34. ഗെയിം വീക്ക് 34 ഫ്രീ ഹിറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്കറിയാം. ഗെയിം വീക്ക് 34 ചെറിയൊരു ഡബിൾ ഗെയിം വീക്ക് ആയിരിക്കും. ചിലപ്പോൾ ബ്ലാങ്ക് ആവാനും ബ്ലാങ്ക് ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മികച്ച ഡബിൾ ഗെയിം വീക്കോ ബ്ലാങ്ക് വീക്കോ ഗെയിം വീക്ക് 34 ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്കത് കടന്നു പോകാൻ വലിയ പാടുണ്ടാവില്ല. അതുകൊണ്ട് ഫ്രീ ഹിറ്റിൻ്റെ ഒരു ചിപ്പ് ഗെയിം വീക്ക് 34 യൂസ് ചെയ്യാനുള്ള ആവശ്യം തൽക്കാലം വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെയുള്ള ഓപ്ഷൻ ഗെയിം വീക്ക് 37 ആണ്. ബിഗസ്റ്റ് ഡബിൾ ഗെയിം വീക്ക് ഓഫ് ദി സീസൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 37 നമ്മുടെ ടീം നമ്മുടെ പറഞ്ഞ സിറ്റി, ആഴ്സണൽ, സ്പേഴ്സ് ഒക്കെ ഡബിൾ ആവും. അതുകൊണ്ട് തന്നെ ഫ്രീ ഹിറ്റ് ഇല്ലാതെ തന്നെ ഓൾറെഡി നമ്മുടെ ടീമിൽ 11 ഡബിൾ ഗെയിം വീക്കേഴ്സ് എങ്ങനെയെങ്കിലും വരും. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 37 ഫ്രീ ഹിറ്റ് എടുക്കുന്ന കാര്യം ഓൾറെഡി 11 പ്ലേയേഴ്സ് ഡബിൾ ഉള്ളത് സ്വാഭാവികമായിട്ട് വന്നു തരും. അതിൻ്റെ കൂടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗെയിം വീക്ക് 37 ആകുമ്പോഴത്തേക്കും എങ്ങാനും ലീഗ് ഏതെങ്കിലും ടീം നേടിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഈ പറഞ്ഞ അസറ്റുകൾക്കൊക്കെ എല്ലാവരും വിശ്രമം കൊടുക്കലായി ഏതെങ്കിലും ഈ പറഞ്ഞ ബെഞ്ച് പ്ലേയേഴ്സ് കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു നല്ലൊരു ടീമിനെ എല്ലാ ടീമുകളും ഇറക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അങ്ങനെ റിസ്ക്കും ഗെയിം വീക്ക് 37 സോ അതാണ് ഫ്രീ ഹിറ്റിനെ പറ്റി പറയാനുള്ളത്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ വൈൽഡ് കാർഡ് ഓരോ ഗെയിം വീക്കുകളിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും വൈൽഡ് കാർഡ് ഓരോ ഗെയിം വീക്കിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നോക്കിപ്പോൾ അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിം വീക്ക് 25 അല്ലെങ്കിൽ 26 വൈൽഡ് കാർഡ് ആ ഒരു ഓപ്ഷനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ പറ്റി. നിങ്ങളുടെ ടീമിൽ പറഞ്ഞ പോലെ ഹാലൻഡ് ഇല്ല, അതുപോലെ ഉള്ളതൊക്കെ ഒരുവാഹ അസറ്റുകളും ഒരാളും പോയിന്റ് ഇല്ലാത്ത ഒരുവാഹ വൃത്തികെട്ട ടീമാണെങ്കിൽ കുറെ ഇഞ്ചുറീസും ഉണ്ടെങ്കിൽ ഗെയിം വീക്ക് 25 or 26 വൈൽഡ് കാർഡ് നമ്മൾ സജസ്റ്റ് ചെയ്യും. അതല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഇപ്പോൾ വൈൽഡ് കാർഡ് ചേർത്ത്. ഒന്നാമത്തെ കാര്യം ഗെയിം വീക്ക് 29 ബ്ലാങ്ക് ഗെയിമിനെ പറ്റി നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തമായ ധാരണയില്ല. രണ്ടാമത്തെ കാര്യം സലയുടെ റിട്ടേൺ ഡേറ്റിനെ പറ്റി അറിയില്ല. നമ്മളൊരു വൈൽഡ് കാർഡ് ടീം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സല എങ്ങനെ ടീമിലേക്ക് എടുക്കാമെന്ന് റൂട്ട് ചെയ്തൊരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടീം ഒരു അത്ര സ്ട്രോങ് ടീം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം വൈൽഡ് കാർഡ് ഗെയിം വീക്ക് 25 or 26 തൽക്കാലം എടുക്കാതിരിക്കുക. ബൈ ഗെയിം വീക്ക് 27 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏറെക്കുറെ 29 ഒരു പിക്ചർ കിട്ടും. അതിനുശേഷം വൈൽഡ് കാർഡ് എടുക്കായിരിക്കും നല്ലത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഗെയിം വീക്ക് 27 അല്ലെങ്കിൽ 28 വൈൽഡ് കാർഡിനെ പറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഗെയിം വീക്ക് 27 വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഗെയിം വീക്ക് 29 ബ്ലാങ്ക് ഗെയിം വീക്ക് ഏതൊക്കെ ടീമുകൾ കളിക്കുന്ന അറിയാം. ഏറെക്കുറെ 34, 37 ഡബിൾ ഗെയിം വീക്കിനെ പറ്റിയുള്ള ഗ്രാഹ്യം കിട്ടും. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 37 വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത ഡിസിഷൻ തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ഗെയിം വീക്ക് 28 ഡബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ലൂട്ടന്റെയും ബോൺമൗത്തിനെയും കളിക്കാരെ എടുത്തു വെച്ചാൽ വേണമെങ്കിൽ ബെഞ്ച് ബൂസ്റ്റും ചെയ്യാന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഗെയിം വീക്ക് 37 അല്ലെങ്കിൽ ഗെയിം വീക്ക് 27, 28 വൈൽഡ് കാർഡ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം വീക്ക് 25 വൈൽഡ് കാർഡിന് എടുക്കണമെന്ന് പറയാൻ മറ്റൊരു കാരണം വേണം. ബാക്കി എല്ലാവരും ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വൈൽഡ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ് ഗെയിം വീക്ക് 25 ഞാൻ പറയാൻ മറന്നു പോയതാണ്. സോ ഇതാണ് ഗെയിം വീക്ക് 27, 28 പറ്റി പറയാനുള്ളത്. ഇനി ഗെയിം വീക്ക് 30, 32 ആണ് അടുത്ത വൈൽഡ് കാർഡ് ഓപ്ഷൻ പറയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഗെയിം വീക്ക് 29 ഫ്രീ ഹിറ്റ് ചെയ്യാത്ത മാനേജേഴ്സിനായിരിക്കും ഗെയിം വീക്ക് 32, ഗെയിം വീക്ക് 33 ഇടയ്ക്ക് വൈൽഡ് കാർഡ് ചെയ്യാൻ ഏറ്റവും മികച്ചത്. ബിക്കോസ് നിങ്ങൾ ഫ്രീ ഹിറ്റ് ചെയ്യാതെ എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്ത് ഗെയിം വീക്ക് 29 ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം മോസ്റ്റ്ലി ഒരു ഈ പറഞ്ഞ മെയിൻ അസറ്റുകളൊന്നും ഉണ്ടാവില്ല. സിറ്റി അസറ്റുകൾ ഉണ്ടാവില്ല, ആഴ്സണൽ അസറ്റുകൾ ഉണ്ടാവില്ല, ലിവർപൂൾ അസറ്റുകൾ ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി വിത്ത് ആസ്റ്റൺ വില്ല, ഈ പറഞ്ഞ വെസ്റ്റ് ഹാം, സ്പേഴ്സ് അസറ്റുകളൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ഒരു അവിടെ 29 ബ്ലാങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇനി ഒരു പുതിയ ചാപ്റ്റർ ആകെ തുടങ്ങുവാണെങ്കിൽ അത് ഗെയിം വീക്ക് 30 വൈൽഡ് കാർഡിന് വളരെ മികച്ചതാണ്. എന്നിരുന്നാൽ പോലും ഗെയിം വീക്ക് 32, ഗെയിം വീക്ക് 33, 32 30, 32 ഇടയ്ക്ക് ഏറ്റവും മികച്ച വൈൽഡ് കാർഡിങ് ഇത് വരുന്നത് വൈൽഡ് കാർഡിങ് വീക്ക് എന്ന് പറയുന്നത് ഗെയിം വീക്ക് 31 ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗെയിം വീക്ക് ഞാൻ പറയുന്നത് ഗെയിം വീക്ക് 29 കഴിഞ്ഞു ഗെയിം വീക്ക് 30 വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആസ്റ്റൺ വില്ല ഗെയിം വീക്ക് 29 കളിച്ച ആസ്റ്റൺ വില്ലയ്ക്ക് മികച്ച ഫിക്സറാണ്, സ്പേഴ്സിന് മികച്ച ഫിക്സറാണ്. അതുകൊണ്ട് തന്നെ അത്ര അസറ്റുകൾ നമുക്ക് വീണ്ടും വാങ്ങേണ്ടി വരും. എന്ന് ഗെയിം വീക്ക് 29 ബ്ലാങ്ക് ആയിട്ടുള്ള ആ സിറ്റി അസറ്റുകൾ വാങ്ങണമെന്ന് വെച്ചാൽ ഗെയിം വീക്ക് 30 വാങ്ങേണ്ട കാര്യമില്ല. ബിക്കോസ് ആ ഒരു ഗെയിം വീക്ക് 30 ആഴ്സണലിനെതിരാണ് സിറ്റിയുടെ കളി. അതുകൊണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി സിറ്റിയുടെ അസറ്റുകളെ. സോ അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 30 and 32 ഇടയിൽ ഗെയിം വീക്ക് 31 ആയിരിക്കും മികച്ച ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് പറയുന്നത് വൈൽഡ് കാർഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വീക്ക് എന്ന് പറയുന്നത്. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗെയിം വീക്ക് 31 എന്ന് വെച്ചാൽ 30 കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മിഡ് ഗെയിം വീക്കാണ് 31 വരുന്നത്. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്യാൻ സമയം എന്ന് പറയുന്നത് മാക്സിമം യു വിൽ ഗെറ്റ് 2 days ടു ഫ്രെയിം യുവർ വൈൽഡ് കാർഡ്. അതാണ് ആകെ ഒരു പ്രശ്നം എന്നുള്ളത്. പിന്നെ ഉള്ളൊരു ഗെയിം വീക്കിന്റെ ഒരു വൈൽഡ് കാർഡിന്റെ ഒരു ഓപ്ഷൻ വരുന്നത് ഗെയിം വീക്ക് 33 ആണ്. ഇത് ഇങ്ങനെ 33 വൈൽഡ് കാർഡ് ചെയ്യുന്നതിന്റെ ഒറ്റ ഉദ്ദേശം ഗെയിം വീക്ക് 34 ബെഞ്ച് ബൂസ്റ്റ് ചെയ്യാനായിരിക്കും. ഞാൻ പറഞ്ഞു 34 ഒരു ഡബിൾ ഗെയിം വീക്ക് വരുന്നുണ്ട്, മിക്കവാറും ആഴ്സണലായിരിക്കും. അതുകൊണ്ട് ആഴ്സണൽ അസറ്റുകൾ കുത്തി നിറച്ചുകൊണ്ട് ഒരു വൈൽഡ് കാർഡ് 33 ഉണ്ടാക്കിയ 34 ബെഞ്ച് ബൂസ്റ്റ് ഓപ്ഷൻ ആവുന്നു. ഇനി 35 വൈൽഡ് കാർഡ് വരുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ 33 പോലെ തന്നെ ബെഞ്ച് ബൂസ്റ്റ് ബിഗസ്റ്റ് ഡബിൾ ഗെയിം വീക്ക് 37 വരുമ്പോൾ അപ്പോൾ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 35 നമുക്ക് വേണമെങ്കിൽ വൈൽഡ് കാർഡ് ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ 35 വൈൽഡ് കാർഡ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 35, 36, 37, 38 ആകെ ഒരു 4 ഗെയിം വീക്കുകളായിട്ട് മാത്രമാണ് നമുക്കൊരു ഉപകാരം എന്ന് പറയാനുള്ളൂ. അപ്പോഴത്തേക്കും ഗെയിമും കഴിയും എല്ലാം കഴിയും പെട്ടിമുട്ടി ആൾക്കാർ പോകും. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 30 അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ഗെയിം വീക്ക് 37 ഒക്കെ ആകുമ്പോൾ മിക്ക മെയിൻ അസിസ്റ്റുകൾക്ക് റെസ്റ്റ് കൊടുക്കും. മിക്കവാറും സീസണൊക്കെ ടൈറ്റിലൊക്കെ കെട്ടിപ്പോട്ടി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് 35 അങ്ങനെ ഒരു റിസ്ക്കും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ പറഞ്ഞ ചിപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു തരാനുള്ളത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ടീമിലിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഗ്രാഹ്യം കിട്ടും. ഞാൻ ഇപ്പോൾ തന്നെ വൈൽഡ് കാർഡ് ചെയ്യണോ, ഇപ്പോൾ ഫ്രീ ഹിറ്റ് ചെയ്യുന്ന കാര്യമുണ്ടോ. അതല്ലാതെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരുത്തും പറഞ്ഞു ഞാൻ ഇന്ന് വൈൽഡ് കാർഡ് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പാനിക് കിടന്നവന് ഞാനൊന്ന് ചെയ്തളയാന്ന് അങ്ങനെയല്ല കളിക്കേണ്ട സാധനം. ഈ സാധനം നമ്മൾ ഓരോ ടീമിലായിട്ട് നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യണം നോക്കിയിട്ട് അങ്ങോട്ട് കളിക്കുക എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇടയ്ക്കൊക്കെ ആർക്കും പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് കാണാൻ പറയാം. വ്യൂ ഒന്നും തീരെ വരുന്നില്ല. ഞാൻ വെറുതെ പണി വിട്ട് മണിക്കൂറുകൾ ഇരുന്നുണ്ടാക്കുന്ന കോണ്ടൻസ് ആണ്. വെറും ഏതാനും വ്യൂ കൊണ്ട് നശിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേകിച്ച് വ്യൂവിലോട്ട് വരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നമ്മളൊരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. സോ അതെല്ലാമാണ് ഈ പർട്ടിക്കുലർ ഗെയിം വീക്ക് വരാനുള്ളത്. മറ്റൊരു ഗെയിം വീക്ക് വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.